നമസ്കാരം മാഷേ. നമസ്കാരം. പക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ മുമ്പൊരു ദിവസം പല ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. മാഷ് അത് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ ലക്ഷ്യമിടുന്നത് യൂറോപ്പിലെ അതിശക്തമായ ഒരു കേന്ദ്രത്തെയാണ്. ആ കേന്ദ്രം എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തെ പിളർത്തിക്കൊണ്ട് യൂറോപ്പിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനും മാറ്റാനും ഒക്കെയാണ് റഷ്യ നിഗൂഢമായി പദ്ധതിയിടുന്നത് എന്ന് മാഷ് പറയുകയുണ്ടായി, നിരീക്ഷിക്കുകയുണ്ടായി. ഇപ്പോൾ സത്യത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയിക്കേണ്ട വിധത്തിലേക്ക് ഒരു പുതിയ വാർത്ത വരുന്നത് സ്പെയിനിനെ നാറ്റോയിൽ നിന്നും പുറത്താക്കണമെന്ന് ട്രംപ് ശക്തമായി ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ചെലവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നാറ്റോയുടെ ചെലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ നടത്തിയ രൂക്ഷ വിമർശനങ്ങളാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഇപ്പോൾ സംഭവിച്ചത്, ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ ചെന്നു. അമേരിക്ക പ്രസിഡന്റിനെ കാണാം. ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബ്. അപ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ചയിലാണ്. നാറ്റോ രാജ്യങ്ങളാണല്ലോ രണ്ടും. അപ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ചയിൽ, ആ ചർച്ചയ്ക്ക് ശേഷം, ഓരോ ചർച്ചയ്ക്ക് ശേഷവും ഒരു ഓപ്പൺ ടോക്ക് സെഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാണ്, നിങ്ങൾ ഈ നാറ്റോയിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തൊരു രാജ്യമുണ്ട്, അത് സ്പെയിനാണ്. അവര് ആർക്കും വഴങ്ങുന്ന രാജ്യമല്ല, അവരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ ജൂണിൽ നടക്കുമ്പോൾ നാറ്റോ ഉച്ചകോടിയിൽ തന്നെ ട്രംപ് ഒരു നിർദ്ദേശം വെച്ചതാണ്. എന്താ കാര്യം? ഈ നാറ്റോയുടെ ബൈലോ പ്രകാരം ഓരോ രാജ്യവും, നാറ്റോയുടെ അംഗരാജ്യങ്ങളായ 32 രാജ്യങ്ങൾ, ഈ 32 രാജ്യങ്ങൾ ഓരോന്നും അവരുടെ ബജറ്റിന്റെ, ഓരോ കൊല്ലത്തെയും ബജറ്റ് അലോക്കേഷന്റെ മിനിമം ഏറ്റവും ചുരുങ്ങിയത് 2% പ്രതിരോധ ചെലവുകൾക്ക് നീക്കി വെക്കണം. ഈ പ്രതിരോധ ചെലവുകൾ ആരാണ് കൈകാര്യം ചെയ്യുക? ഇത് അങ്കിളാണ് കൈകാര്യം ചെയ്യുക, തലതൊട്ടപ്പൻ അമേരിക്ക. അപ്പോ പൈസ അവരുടേതാണ്. ആയുധങ്ങൾ ആവശ്യത്തിന് നിർമ്മിച്ചു കൊടുക്കുന്നതും സഹായിക്കുന്നതും സൈനിക സഹായം മുഴുവനും അമേരിക്ക മുഖേനയാണ്. അപ്പോ അതുകൊണ്ട് ഇത് 2% ആ നിയമമാണ്. നാറ്റോ രൂപീകരിക്കുമ്പോഴുള്ള നിയമമാണ്. ഓരോ രാജ്യത്തിനും, എത്ര കൂട്ടത്തിൽ മഹാദരിദ്ര രാജ്യങ്ങളും ഉണ്ട്. അപ്പൊ എത്ര ദുർബലമാണെങ്കിലും നിങ്ങളുടെ ബജറ്റിന്റെ 2% സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന നിബന്ധനയുണ്ട്. പക്ഷേ അപ്പൊ തന്നെ ആ നിബന്ധന ഉണ്ടെങ്കിൽ പോലും ഈ സ്പെയിന് എന്നും അതിൽ നിന്ന് ഇളവ് വാങ്ങും. സ്പെയിനിന്റെ ഒരു പ്രത്യേകത ആണ്, സ്പെയിൻ ഇപ്പോ അവരുടെ ബജറ്റിന്റെ ഏതാണ്ട് 1.28%, 2 പോലും ഇല്ല തികച്ച്. ഇത് ഈ പെഡ്രോ സാഞ്ചസിന്റെ അടുത്ത് മുഖത്ത് നോക്കിയായിരിക്കും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സ്പാനിഷ് പ്രധാനമന്ത്രി ആണ്. ഈ എന്താ കാര്യം വെച്ചാൽ സ്പാനിഷ് പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ട്. ഈ സ്പെയിനിന്റെ ഒരു പ്രശ്നം അറിയാലോ. അപ്പോൾ സ്പെയിനിന്റെ പ്രത്യേകത, സ്പെയിനില് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒരാളാണ്. ഇത് രണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതല്ല, രാജാവാണ് ഭരിക്കുക. അദ്ദേഹത്തിന്റെ ഫിലിപ്പ് 6 ഇപ്പോഴത്തെ രാജാവ്. രാജഭരണമാണ് ഇപ്പോൾ. ജനാധിപത്യം എന്ന് പറയുന്ന അവിടുത്തെ നോമിനേഷനാണ്. രാജാവിന് ഒരു കൺസെൻസസിലൂടെ രാജാവ് നോമിനേറ്റ് ചെയ്യും. പല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും തെരഞ്ഞെടുപ്പില്ല. പക്ഷെ മഹത്തായ ഭാഷ സ്വന്തമായുള്ള ഒരു രാജ്യമാണ്. അതെ, സ്പാനിഷ് ലാംഗ്വേജ് ഭയങ്കര ആണല്ലോ. മാത്രമല്ല ലോക സാഹിത്യത്തിന്റെ തന്നെ മേജർ പങ്ക് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ സ്പെയിനാണ്, സ്പാനിഷാണ്. നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിന്റെ നല്ലൊരു പങ്ക് സ്പാനിഷാണ്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ രാജാവ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗകര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, പിന്നെ മന്ത്രിമാരെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒരാളാണ്, അദ്ദേഹം നോമിനേറ്റ് ചെയ്യും. പിന്നെ ഇതിന് കാലാവധി ഇല്ല. അതാണ് ഈ സ്പെയിനിന്റെ പ്രത്യേകത. വളരെ പ്രത്യേകതയുള്ള രാജ്യമാണ്. കാലാവധി ഇല്ല. ഒരാൾ നന്നായി ഭരിച്ചാൽ എത്ര കാലം വേണമെങ്കിലും, രാജാവിനെ പോലെ തന്നെ 10, 18, 20 ഒക്കെ കൊല്ലം ഭരിക്കും. എത്ര വേണമെങ്കിലും പോവാം. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പോ അവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെന്റ് എന്താണ്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററുടെ പേരെന്താ? പെഡ്രോ സാഞ്ചസ്. ഇപ്പോഴത്തെ സാഞ്ചസ് ലെഫ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നയം അനുസരിച്ച് എന്താന്ന് വെച്ചാൽ, ഈ സൈനിക ചെലവ് കുറച്ചു മതി, പരമാവധി കുറച്ചു മതി. പകരം ചെലവ് കൂട്ടേണ്ടത് എവിടെയാണ്? വെൽഫെയർ സ്റ്റേറ്റിനാണ്. രാജ്യത്തിന്റെ വികസനം, വിദ്യാഭ്യാസം, പുരോഗതി,
അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പണം ചെലവാക്കുക. സാഞ്ചസ് ശരിയായ പാതയിലാണ്. ശരിയായ ആ അർത്ഥത്തിൽ നമ്മുടെ കണക്കനുസരിച്ച് ശരിയായ പാതയിലാണ്. പക്ഷെ ട്രംപിന്റെ കണക്കിൽ അതല്ല ശരിയായ കണക്ക്. ഉള്ള കാശ് മുഴുവൻ ആയുധം വാങ്ങി കൂട്ടിയിട്ട് അന്യരാജ്യങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഇവിടുന്ന് ആയുധം കൊടുക്കുക, എന്നിട്ട് എന്നും യുദ്ധം ഉണ്ടാകുക, എന്നും കലാപം ഉണ്ടാക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നയം. അതിന് വഴങ്ങിയിട്ടില്ല ഈ സ്പെയിന്. അപ്പോ ഈ കഴിഞ്ഞ ജൂണിലെ നാറ്റോ സമ്മിറ്റിൽ ഈ നാറ്റോ സമ്മിറ്റിൽ ഇദ്ദേഹം കയറിയിട്ട് വെച്ച നിർദ്ദേശം എന്താണെന്നറിയോ? ട്രംപ് 2% പഴയ കണക്കല്ലേ, അതൊന്നും പോരാ. ഇപ്പോ 2% ഉള്ളത് മിനിമം ഇനി മുതൽ 5% കൂട്ടണമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. അപ്പൊ തന്നെ സ്പെയിൻ പറഞ്ഞു, സോറി, ഞങ്ങൾക്ക് ഈ 2% പോലും ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ കണക്കാക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന്റെ വെൽഫെയർ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഫണ്ട് തികയുന്നില്ല. അതുകൊണ്ട് 2% തന്നെ ഞങ്ങൾ എത്തുന്നില്ല. കൂടി വന്നാൽ 2 എത്തിക്കാമെന്നല്ലാതെ നാറ്റോയുടെ കരാർ പ്രകാരം കൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത്. അപ്പൊ തന്നെ ട്രംപ് പൊട്ടിത്തെറിച്ചതാണ്, അവനെ പുറത്താക്കണം. നാറ്റോ സഖ്യത്തിന്റെ നിലപാടുകൾ ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ അവരാരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് തന്നെ അദ്ദേഹം അതിശക്തമായിട്ട്, ഇതാണ് കാതലായ പ്രശ്നം. അതെ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആരോഗ്യത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക്, പൗരന്മാർക്ക് കിട്ടേണ്ട അവകാശത്തിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ആയുധം വാങ്ങാൻ തരൂല എന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങളുടെ വെൽഫെയർ സ്റ്റേറ്റ് പ്രോഗ്രാംസിന് വേണ്ടി ഞങ്ങൾ നികുതി ഭാരം കൂട്ടേണ്ടി വരും ജനങ്ങൾക്ക്. അത് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളും തയ്യാറല്ല, ഞങ്ങളുടെ മഹാരാജാവും തയ്യാറല്ല. മാത്രമല്ല, പക്ഷേ ഈ നാറ്റോ മുൻകാലങ്ങളിൽ യൂറോപ്പിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കെട്ടുറപ്പിന് വേണ്ടി നാറ്റോ സൈന്യത്തിന് വേണ്ടി സ്പാനിഷ് സൈന്യം വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവർ പറയുകയും ചെയ്തു. ഇപ്പോ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. അന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ട്രംപ്. ഇന്നലെ ഇദ്ദേഹത്തെ കിട്ടിയപ്പോ ഇന്നലെ ഫിൻലാൻഡിന്റെ പ്രസിഡന്റിനെ കിട്ടിയപ്പോ അദ്ദേഹത്തെ മുൻനിർത്തിയിട്ട് വീണ്ടും പറയാണ് സ്പെയിനെ പുറത്താക്കണം, അവനെ നാറ്റോയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ പറഞ്ഞപ്പോ ഇന്നലെ സ്പെയിൻ കൃത്യമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. സ്പെയിനിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തിരിച്ചടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയിനിന്റെ പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റോബിൾസ് അവര് പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്നും നാറ്റോയുടെ വിശ്വസ്തനായ ഒരു അംഗമാണ്. ഞങ്ങൾ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നാറ്റോയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ 1.28% ഞങ്ങളിപ്പോൾ പ്രതിരോധ ആവശ്യത്തിന് ചെലവഴിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊള്ളാം. ഇപ്പോ പരമാവധി 2 ഞങ്ങൾ എത്തിക്കാം, അതിൽ കൂട്ടാൻ കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതനുസരിച്ച് കഴിഞ്ഞ നാറ്റോ സമ്മിറ്റ് ഞങ്ങൾക്ക് ഇളവ് തന്നതുമാണ്. സ്പെയിനിന് ഇളവ് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. ട്രംപ് മനസ്സിലാക്കണം. അത് ചോദ്യം ചെയ്യാൻ ട്രംപ് എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ അത് ചോദ്യം ചെയ്യുന്നത്? അതും പുറംവേദികളിൽ ഞങ്ങൾക്കെതിരായി ആക്ഷേപിക്കുന്നതുകൊണ്ടാണ്. ഇനി ഒരു കാര്യം കൂടി കൂട്ടത്തിൽ അവസാനം ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ട്രംപ് ഏറ്റവും ചുരുങ്ങിയത് നാറ്റോയുടെ ബൈലോ ഒന്ന് വായിച്ചു നോക്കണം. നാറ്റോയുടെ ബൈലോയില് ഒരു അംഗരാജ്യത്തെയും പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യാനോ വകുപ്പില്ല. നാറ്റോയിൽ നിന്ന് ഒരാൾക്ക് പുറത്തു പോകാം സ്വയം. ഈ 32 രാജ്യങ്ങളിൽ ആർക്കെങ്കിലും പുറത്തു പോകണമെന്ന് തോന്നിയാൽ അപേക്ഷ കൊടുക്കാം. അതാണ് പ്രശ്നമുള്ളത്. ആർക്കാ അപേക്ഷ കൊടുക്കേണ്ടത്? അപ്പോഴും മഹാരാജാവിന്. ഏത് മഹാരാജാവിന്? അമേരിക്കൻ പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. അതാണ് നാറ്റോയുടെ ഒരു ഘടന. പിന്നെ എങ്ങനെയാ സഖ്യം നിലനിൽക്കാൻ ആലോചിച്ചു? ഉക്രൈന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉക്രൈനെ ചേർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിന്റെ പേരിലാണ് ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടായത്. അതെ, ഈ നാറ്റോയുടെ നിയമം തന്നെ അതാണ്. നാറ്റോയിൽ നിന്ന് ഞാൻ ഇപ്പൊ സ്പെയിന് നാറ്റോയിൽ നിന്ന് പുറത്തു പോകണം തോന്നിയാൽ അമേരിക്കൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുക്കണം, ഞങ്ങളെ നാറ്റോയിൽ നിന്ന് ദയവായിട്ടൊന്ന് ഒഴിവാക്കി തരണം. അപേക്ഷ കൊടുത്താൽ ഉടനെ നടപ്പിൽ വരില്ല. അപേക്ഷ കൊടുത്താൽ 1 കൊല്ലം കാത്തിരിക്കണം അത് പ്രാബല്യത്തിൽ വരാൻ. എന്താ കാര്യം? ആ 1 കൊല്ലം കൂടി പരമാവധി നാറ്റോയുടെ പേരിൽ ഈ രാജ്യത്തെ പിഴിഞ്ഞെടുക്കാം. ഈ രാജ്യത്തിന്റെ മുഴുവൻ ശക്തിയും മുഴുവൻ സംഭാവനയും പിരിച്ചെടുക്കാം. അതാണ് എന്റെ നയം. തിരിഞ്ഞു നോക്കുമ്പോൾ മാഷ് പലപ്പോഴായി പറയാറുള്ളത് പോലെ ഈ നീക്കത്തിന് പിന്നിൽ റഷ്യയുടെ നിഗൂഢ പ്രവർത്തനങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ കുറെ ചർച്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഒട്ടേറെ ഇപ്പൊ നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ റഷ്യ പലപ്പോഴായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പെയിനിനെ ചൊറിയാൻ പോയിട്ടില്ല. വേണമെങ്കിൽ ചൊറിയാൻ പറ്റിയ രാജ്യമാണ് സ്പെയിനിനെ. പരമ്പരാഗതമായി കൂടെ നിർത്താൻ പറ്റിയ രാജ്യം. പക്ഷേ സ്പെയിനിനെ ചൊറിഞ്ഞിട്ടില്ല. കാരണം സ്പെയിനുമായിട്ടൊരു അന്തർധാരയുണ്ട്. ഒന്നും കാണാതെ അല്ല ഈ അമേരിക്ക ആവശ്യപ്പെടുന്ന
അനുസരിച്ചുള്ള പ്രതിരോധ ചെലവ് കൂട്ടാത്തത്. പ്രതിരോധ ചെലവ് കൂട്ടുന്നത് എന്തിനാ? പ്രതിരോധ ചെലവ് കൂട്ടുന്നത് ഇപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ വിധേയത്വത്തോട് അംഗീകരിച്ചു. പ്രതിരോധ ചെലവ് കൂട്ടുന്നത് അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് മുതൽ കൂട്ടാനാണ്. അമേരിക്കയുടെ നട്ടൽ ഒടിഞ്ഞിരിക്കുമ്പോൾ ഞാനേ ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. എന്നിട്ട് ഭീഷണി ഉണ്ടാക്കുക, ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ പ്രതിരോധ ചെലവ് കൂട്ടുക, ഓരോ രാജ്യത്തെയും ഞെക്കിപ്പിരിഞ്ഞിട്ട് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കുക. അതാണ് ട്രംപിന്റെ. റഷ്യക്ക് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവണം. അതെ, തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന് എനിക്ക് തോന്നുന്നു ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വരുന്ന ഒരു പ്ലാനായിരിക്കും. യൂറോപ്യൻ യൂണിയനകത്ത് പിളർപ്പുണ്ടാകും. അല്ലെങ്കിൽ ഇതിനകം റഷ്യക്കെതിരായിട്ട് യൂറോപ്യൻ യൂണിയൻ യുദ്ധം പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു, അനങ്ങിയിട്ടില്ല. ഇനി നാറ്റോ സഖ്യത്തിലും ഗുരുതരമായ പിളർപ്പുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൻ്റെ തെളിവാണ് സ്പെയിനെതിരായിട്ട് അമേരിക്ക ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ആലോചിച്ചോളൂ, അധികം വൈകാതെ ഒരു പക്ഷേ സ്പെയിന് വേണ്ടി റഷ്യ സംസാരിക്കുന്ന കാലം വരും. ശാക്തിക ചേരികൾ മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അത് ഒരു വലിയ മാറ്റമാണ്. അത് അതിൻ്റെ ഒരു ഒടുവിലത്തെ തെളിവായിട്ടാണ് ഇത് നമ്മളിപ്പോൾ കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.